പുകഴ്ച പെരുന്നാൾ ദിവസം തന്നെ കുടുംബ പ്രാർത്ഥനയെ പറ്റി ഒരു പ്രസംഗം പറയുവാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ആദ്യം തന്നെ ദൈവത്തിനെ സ്തുതിക്കുന്നു. കുടുംബം മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകമാണ്. ദൈവസൃഷ്ടിയായ ആദ്യത്തെ സ്ഥാപനവും കുടുംബം തന്നെ. കെട്ടുറപ്പുള്ള കുടുംബജീവിതം ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയാണ്. ക്രിസ്തുവിനെ ഭവനത്തിന്റെ തലവനായി സ്വീകരിക്കുന്ന മാതാപിതാക്കളും മക്കളും പരസ്പരം അംഗീകാരത്തോടെയും സുരക്ഷിത ബോധത്തോടെയും ജീവിതം നയിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒന്നത്രേ ക്രിസ്തീയ കുടുംബം. ഇത് സ്വർഗീയ കുടുംബത്തിന്റെ മാതൃക തന്നെ. സാധാരണ കുടുംബത്തിൽ നിന്ന് ക്രിസ്തീയ കുടുംബത്തെ വ്യത്യസ്തരായി തീർക്കുന്നത് ദൈവഭക്തി, പ്രാർത്ഥന, ആരാധന, തിരുവചന ധ്യാനം തുടങ്ങിയ ആത്മീയ അനുഭവങ്ങളാണ്. ക്രൈസ്തവ കുടുംബജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ദൈവഭക്തിയാണ്. ദൈവഭക്തിയിൽ വേരൂന്നിയ ഒരു ഭവനത്തിന് മാത്രമേ ചിദ്രിക്കാതെ കെട്ടുറപ്പോടെ നിലനിൽപ്പാൻ കഴിയൂ. ദൈവഭക്തി ഭവനത്തിന് കിരീടം തന്നെ. ഭൂമിയിലെ സ്വർഗം നമ്മുടെ ഭവനം. ഭൂമിയിലെ സ്വർഗമാകണമെങ്കിൽ കുടുംബ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യബോധം നമ്മുടെ ഭവനങ്ങളിൽ അത്യാവശ്യമത്രേ. നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തു കർത്താവായിരിക്കണമെങ്കിൽ നാം എന്നും അവനെ ആരാധിക്കണം. പള്ളിയിൽ ഞായറാഴ്ച തോറും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആരാധനയുണ്ട്. അതുപോരാ, കുടുംബാംഗങ്ങളായ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പതിവായി 2 നേരം ആരാധന നടത്തണം. നമ്മുടെ ഭവനങ്ങൾ മനോഹരമായ ചെറുതോട്ടമായി തീരുന്നതിന് നാം ശ്രമിക്കണം. അതിൽ കൂടി നടക്കുമ്പോൾ ക്രിസ്തു സന്തോഷിക്കണം. ദിനാരംഭത്തിന്റെ പ്രധാന കൃത്യം കുടുംബാരാധനയാണ്. നിങ്ങൾ സാധു സുന്ദർ സിംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മാതാവ് പരമഭക്തിയായ ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. സുന്ദർ സിംഗ് കുട്ടിയായിരുന്നപ്പോൾ എഴുന്നേറ്റാലുടൻ ഭക്ഷണം ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഈശ്വരീയ ആരാധനയാണെന്ന് സുന്ദർ സിംഗിന്റെ അമ്മ പഠിപ്പിച്ചു. ആരാധനയ്ക്ക് ശേഷമല്ലാതെ ആ മാതാവ് സുന്ദർ സിംഗിന് ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഭക്ഷണത്തിന് മുമ്പ് എന്റെ അമ്മ ദൈവത്തെ കാണിച്ചു തന്നത് എന്റെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് സുന്ദർ സിംഗ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എത്ര നേരത്തെ എഴുന്നേക്കേണ്ടി വന്നാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും പ്രാർത്ഥന മാറ്റിവെക്കരുത്. ദൈവരാജ്യത്തിലെ മനോഹരമായ തൈച്ചെടുകളാകുന്ന പൈതങ്ങളെ പാവി കിളിപ്പിക്കുന്നതിനുള്ള വയലത്രേ ക്രിസ്തീയ കുടുംബം. ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കുകയാണ് പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടത്. പിന്നീട് ആ ശക്തി നമ്മെ നേർവഴിക്ക് നയിക്കും. ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാത്ത ഭവനം വേരില്ലാത്ത മരം പോലെയാണ്. ഇന്ന് പലരുടെയും കുടുംബം വേരില്ലാത്ത മരം പോലെയാണ്. എപ്പോൾ താഴെ പോകുമെന്നറിയില്ല. ഇന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയം സീരിയലുകൾ കൈയടക്കിയിരിക്കുകയാണ്. പഴയ കാലത്ത് ക്രിസ്തീയ ഭവനങ്ങളുടെ മുന്നിലൂടെ പോയാൽ രാവിലെയും വൈകിട്ടും പാട്ടും കരഞ്ഞുള്ള പ്രാർത്ഥനയും കേൾക്കാമായിരുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിലുള്ള കരച്ചിൽ മാറി സീരിയലുകൾ കണ്ടുള്ള കരച്ചിലായി. ഫലമോ കുടുംബ തകർച്ചകൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ സ്നാപകൻ കത്തി ജ്വലിക്കാൻ കാരണം അദ്ദേഹത്തിന് നല്ല പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പിതാവായ ശക്രിയാവും മാതാവായ എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ ചേരുമ്പോൾ മാത്രമേ ഇമ്പമാവുകയുള്ളൂ. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ചേരുമ്പോൾ ഇമ്പത്തിന് പകരം ഭൂകമ്പം ഉണ്ടാകും. നമ്മുടെ ഭവനങ്ങളിൽ ഭൂകമ്പം ഉണ്ടാകാതെ ഇമ്പമായി തീരുവാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. A family that prays together stays together.
പരിശുദ്ധാത്മരൂപ തിരുസവിധേയണയുന്നു നാഥ മധുരമാം തിരുവചനം നുകര മനസ്സിൻ്റെ വേദന പങ്കിടാൻ മനസ്സായി മാറണേ സ്നേഹനാഥ ഉരുകുമൻ കരടിലെ കനലകത്തി തുണയരുളി കൃപ ചൊരിഞ്ഞിടണേ നീ ബലവും സംഗീതവും നിന്നിൽ പൂർണ്ണമായി ഞാൻ ചാരിടുന്നു തിരുസവിധേയണയുന്നു നാഥ മധുരമാം തിരുവചനം നുകര ഓളങ്ങളാൽ മനം ഉഴറിടുമ്പോൾ കനിവിൻ്റെ നാഥ കരുതിടണേ പാപത്തിൻ തിരകളിൽ ഉലയുമ്പോൾ തോണിയം കരങ്ങളിൽ താങ്ങിടണേ നീ ബലവും സംഗീതവും നിന്നിൽ പൂർണ്ണമായി ഞാൻ ചാരിടുന്നു തിരുസവിധേയണയുന്നു നാഥ മധുരമാം തിരുവചനം നുകര ത്രിയേകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സമാരാധ്യരെ, സ്നേഹിതരെ, അപരിഷ്കൃതമായ ഇരുണ്ട ഭൂഖണ്ഡമെന്ന് മാലോകർ എഴുതിത്തള്ളിയ ആഫ്രിക്കൻ വൻകരയിൽ ഉൾപ്പെട്ട ദക്ഷിണാഫ്രിക്കയിൽ സ്വർണ നിക്ഷേപമുണ്ടെന്ന് കേട്ട് വെള്ളക്കാർ കൂട്ടം കൂട്ടമായി അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തിയത് 17-ാം നൂറ്റാണ്ട് മുതൽക്കായിരുന്നു. ഡച്ചുകാരും തുടർന്ന് ഇംഗ്ലീഷുകാരുമൊക്കെ അധിനിവേശം നടത്തി ദക്ഷിണാഫ്രിക്കയെ തങ്ങളുടെ കാൽ കീഴിലാക്കിയതിനെ പറ്റി നോബൽ സമ്മാന ജേതാവ് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു നടത്തിയ ലോക പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. വെള്ളക്കാരിവിടെ എത്തിയപ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ മാത്രമുണ്ടായിരുന്നു, ഞങ്ങളുടെ പക്കൽ ഭൂമിയും. 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭൂമിയൊക്കെ അവരുടേതായി, ബൈബിൾ മാത്രം ഞങ്ങളുടേതും. അധിനിവേശത്തിന്റെ കഥകൾ ഇവിടെയും ഇത്തരത്തിലാണ്. വന്നെത്തുന്നവർ എല്ലാം കുത്തിക്കവർന്നു കൊണ്ടുപോകുന്ന കൊടും ചൂഷണത്തിന്റെയും വൻ ചതിയുടെയും ഒക്കെ നീറുന്ന കഥകൾ. മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യം 20 നൂറ്റാണ്ടുകളായി കെടാതെ സൂക്ഷിക്കുന്ന ആർഷഭാരതത്തിലെ പ്രമുഖ തദ്ദേശീയ സഭയായ മലങ്കര സഭയുടെ ചരിത്രത്തിന്റെ ഏടുകളിലും ഈ അധിനിവേശത്തിന്റെ കുത്തിക്കവർച്ചയുടെ പൊള്ളുന്ന അധ്യായങ്ങളുണ്ട്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ പേർഷ്യൻ സഭയുമായി മലങ്കര സഭയ്ക്ക് ഒരു പുക്കൾ കൂടി ബന്ധമുണ്ടായിരുന്നു എന്നത് അവിതർക്കിതമായ ഒരു ചരിത്ര വസ്തുതയാണ്. എന്നാൽ പട്ടംകൊട തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക എന്ന ലക്ഷ്മണരേഖയ്ക്കപ്പുറത്തേക്ക് പേർഷ്യൻ സഭാപിതാക്കന്മാർ ആരും തന്നെ കാൽവെച്ചിരുന്നില്ല. മലങ്കര നസ്രാണികളുടെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്ന അർക്കദയാക്കോന്മാരായിരുന്നു ഭാരതത്തിലെ തദ്ദേശീയ ക്രൈസ്തവ സഭയുടെ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രബിന്ദു. സ്വന്തമായി സൈന്യവ്യൂഹം പോലും ഉണ്ടായിരുന്ന അർക്കദയാക്കോന്മാർ യാതൊരു ബാഹ്യ ഇടപെടലുമില്ലാതെ മലങ്കര സഭയുടെ ഉൾഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചു വന്നു 13 നൂറ്റാണ്ടുകളോളം. ഈ സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് 15-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ പോർട്ടുഗീസ് ആഗമനത്തോടുകൂടിയാണ്. അർക്കദയാക്കോൻ സ്ഥാനത്തെയും അതിലൂടെ പ്രവർത്തിച്ചു പോകുന്ന മലങ്കര സഭാ ഭരണ സംവിധാനത്തെയും ഇല്ലാതാക്കാനുള്ള കുത്സിത ശ്രമങ്ങൾ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ആരംഭിച്ചിരുന്നു. 1599 ഉദയംപേരൂർ സിനോദോസിൽ മലങ്കര സഭയുടെ ചരിത്ര ഗ്രന്ഥങ്ങളും ആരാധനാക്രമങ്ങളും പൗരോഹിത്യ തിരുവസ്ത്രങ്ങൾ പോലും ചുട്ടുചാമ്പലാക്കിയത് അർക്കദയാക്കോന്മാരുടെ വാഴ്ചയെ അട്ടിമറിച്ച്
ലത്തീൻ ആർച്ച് ബിഷപ്പിനെ നേരിടുവാനുള്ള പ്രകോപനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. പ്രകോപനപരമായ ഈ നടപടികൾക്കെതിരെ മലങ്കര നസ്രാണികളുടെ വീറുറ്റ പ്രതികരണമായിരുന്നു 1653 കൂനൻ കുരിശ് സത്യം. അധിനിവേശത്തിനെതിരെ ഭാരതീയർ നടത്തിയ ആദ്യത്തെ ചെറുത്തുനിൽപ്പായി ചരിത്രകാരന്മാർ ശ്ലാഘിക്കുന്ന ഈ ബഹുജന മുന്നേറ്റത്തിലൂടെ റോമാനുഗത്തെ വലിച്ചെറിഞ്ഞ മലങ്കര സഭ അർക്കദിയാക്കോനെ കേന്ദ്രീകരിച്ചുള്ള പഴയ ഭരണ സംവിധാനം വീണ്ടും നടപ്പിൽ വരുത്തി. ലത്തീൻ ആർച്ച് ബിഷപ്പിനെ നേരിടുവാൻ അർക്കദിയാക്കോൻ സ്ഥാനത്തിന് ശക്തി പോരാ എന്ന തിരിച്ചറിവിലാണ് 12 പട്ടക്കാർ ചേർന്ന് തോമ അർക്കദിയാക്കോനെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. ഒന്നാം മാർത്തോമായുടെ സ്ഥാനം സ്ഥിരീകരിക്കുവാൻ അന്ത്യോക്യൻ സഭയിൽ നിന്നും മാർ ഗ്രിഗോറിയോസ് എന്ന മെത്രാൻ 1665 മലങ്കരയിലെത്തിയത് മുതൽ മാത്രമാണ് മലങ്കര സഭ അന്ത്യോക്യൻ സഭയുമായി ബന്ധം പുലർത്തി തുടങ്ങുന്നത്. മാർത്തോമ മെത്രാന്മാർക്ക് ശേഷം കുറെ കൂടി വിപുലമായ അധികാര അവകാശങ്ങളുള്ള മലങ്കര മെത്രാപോലിത്തമാർ മലങ്കര സഭാ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രബിന്ദുക്കളായി തീർന്നു. 1875 മലങ്കരയിൽ എത്തിച്ചേർന്ന പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് അന്നത്തെ മലങ്കര മെത്രാപോലിത്തയായിരുന്ന പുലിക്കോട്ടിൽ മാർ ദിവന്യാസോസിന്റെ സ്ഥാനമാനങ്ങളെ ഇടിച്ചു താഴ്ത്തുവാൻ നടത്തിയ പരാക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് മലങ്കര സഭയ്ക്ക് സ്വന്തമായി ഒരു പരമ മേലധ്യക്ഷൻ ഉണ്ടാവണമെന്ന ആഗ്രഹം സഭാംഗങ്ങൾക്കിടയിൽ രൂഢമൂലമാക്കിയത്. പുലിക്കോട്ടിൽ മാർ ദിവന്യാസോസിന്റെ പിൻഗാമിയായി വട്ടശ്ശേരിൽ മാർ ദിവന്യാസോസ് സ്ഥാനമേറ്റതിനെ തുടർന്നാണ് മലങ്കരയിലെ കാത്തോലിക്കയുടെ സ്ഥാപനത്തിലുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂടുന്നത്. 1909 മലങ്കരയിൽ എത്തിച്ചേർന്ന അബ്ദുള്ള പാത്രിയർക്കീസ് വട്ടശ്ശേരി തിരുമേനിയെ തികച്ചും അന്യായമായി മുടക്കിയപ്പോൾ ആ മുടക്കിനെ അവഗണിച്ചുകൊണ്ട് മലങ്കര മെത്രാപോലിത്തായ്ക്ക് പിന്നിൽ അണിനിരുന്ന ജനലക്ഷങ്ങളുടെ അഭിലാഷ പൂർത്തീകരണമായിരുന്നു 1912 സെപ്റ്റംബർ 15 കാത്തോലിക്ക വാഴ്ച. തുർക്കി സുൽത്താൻ ഫർമൻ പിൻവലിച്ചതിനെ തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചുവെന്ന പാത്രിയർക്കീസ് ബാവ നിരണം വലിയ പള്ളിയിൽ വെച്ച് മുറിമറ്റത്തിൽ മാറിയ വാനിയോസിനെ കിഴക്കിന്റെ കാതോലിക്കയായി അവരോധിച്ചപ്പോൾ മലങ്കര സഭ പുളകിതയായി സ്വാതന്ത്ര്യത്തിന് മണിനാദം മലങ്കരയിലൊക്കെ മുഴങ്ങി. ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ കൈമോശം വന്ന സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും വീണ്ടെടുത്ത മലങ്കര സഭ ഇന്ന് കാത്തോലിക്കയുടെ ശതാബ്ദിയുടെ നിറവിലാണ്. മേൽപ്പെട്ടക്കാരെ വാഴിക്കുവാനും വിശുദ്ധ മുഹ്റോൻ കൂദാശ ചെയ്യുവാനുമുള്ള അധികാരത്തോടെ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ കാതോലിക്കന്മാർ ആരൂഢരായതോടെ മലങ്കര സഭയുടെ ഗ്രഹണ കാലഘട്ടം കഴിഞ്ഞു. സൂര്യോദയ പ്രഭയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് സഭ വളർന്നു, പാരിലെങ്ങും പരന്നു. പൗരസ്ത്യ കാതോലിക്കയുടെ സ്ഥാനനാമം തന്നെ രാജകീയം എന്നർത്ഥമുള്ള ബസേലിയോസ് എന്നാണ് നോക്കുക. ബസേലിയോസ് പൗലോസ് പ്രഥമൻ, ഗീവർഗീസ് പ്രഥമൻ, ഗീവർഗീസ് ദ്വിതീയൻ, ഔഗേൻ പ്രഥമൻ, മാത്യൂസ് പ്രഥമൻ, മാത്യൂസ് ദ്വിതീയൻ, ദിദിമോസ് പ്രഥമൻ. അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ ഭരണകാല ശേഷം യുവത്വം കൈവിടാത്ത കർമ്മകുശലനായ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവായുടെ ഉത്കൃഷ്ട ഭരണത്തിന്റെ സുവർണ നാളുകളിൽ മലങ്കര സഭ എത്തി നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കാതോലിക്ക് ആ ചന്ദ്രതാരം പുലരണം, വളരണം. ആ കൊടിക്കീഴിൽ ആഗോള സഭയായി വളർന്ന മലങ്കര സഭ ഇനിയും ഇനിയും ഉയരങ്ങൾ താണ്ടണം. അതിനായി കൈയും മെയ്യും മറന്ന് നമുക്ക് മുന്നിട്ടിറങ്ങാം. കാതോലിക്കയുടെ ശതാബ്ദി വേളയിൽ ഇവർക്ക് മംഗളാശംസകൾ സമർപ്പിച്ചുകൊണ്ടും ഈ സൗഭാഗ്യം കാണാൻ കഴിയാത്ത മഹത്തുക്കൾക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. La 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 la
ശ്രേഷ്ഠമാ കാത്തിടുന്നു നീ എണ്ണി പാടുവാൻ നാവു പോരായേ നല്ല നാഥനേ പൊന്നുനാഥനേ നന്മകൾക്കു ഞാൻ നന്ദിയേകിടാം കൂട്ടം തെറ്റിയ ആടിനെ പോലെ കൂട്ടരില്ലതായി അലഞ്ഞ വേളയിൽ എന്നെ തേടി വന്നു നീ നിന്റെ തോളിലേറ്റി നീ സ്വന്തമാക്കി നീ നിന്റെ ജീവനാ പാത കാട്ടി നീ നിന്റെ ക്രൂശിനാ എത്ര ധന്യമേ നിന്റെ ജീവിതം നല്ല നാഥനേ പൊന്നുനാഥനേ നന്മകൾക്കു ഞാൻ നന്ദിയേകിടാം ഹൃദയം നിറയെ നിനക്കായി സ്തുതിയും സ്തോത്രയാഗവും ഞാൻ വാഴ്ത്തിപ്പാടിടാം. Like the lion that roared in the deep shore of Malankara, like pearls in the sea of the Indian secularism, and after all, the inherited throne of Mar Thoma, passed on from generations to generations, and now, at the end, to our Catholica. This is Malankara Orthodoxy. Greetings to one and all present here. Today, I take this fine opportunity to address you all on a topic given to me, Centenary and Catholicate. Malankara Sabha was established in the year AD 52 by St. Thomas, as we all know. But Catholicate is not an association which sprout out like an illusion. It was formed of years of pain, sacrifice and bloodshed of many of our forefathers. Being a Nazrani, I am always proud of my rich antiquity and my tradition. But the only fault that we had is that we believe and we express deep devotion to our sister churches. That was the reason why we need to have our own Catholicate today. Catholicate is the epitome of my emotions. At this auspicious year, when the church celebrates its centenary, we need to remind ourselves that we belong to a community which treats his service as true worshippers. That's why we are called Orthodox. The year 1912 was contents enough for the formation of our own Catholicate. The Molentirati Synod, the Royal Court Order, etc. gave supreme power to the patriarchal spiritual oversight order Malankara Sabha. Being an Orthodox, we need to remind ourselves some of the basic things that happened with our Sabha. First of all, the Molentirati Synod. We had a very deep devotion towards and very good bond with that of CMS missionaries. And this strong mutual love bond took an unbent root when they started to teach us or when they started to infiltrate our tradition with that of the Protestant teachings. Poor us, many of our forefathers used to nurture it, like we have Abraham Malpan, etc. To protect ourselves from such a devotion, we need to have the support of the Patriarch. So we called Patriarch Peter III here. He took over and he very smartly took over everything and resolved all the problems. At the end, he just wanted to declare the people should allow themselves or should sign off to the supremacy of the Patriarch, which we were not able to respect. The unlawful, the unauthority and the auditory action of Patriarch was definitely not bearable by Malankara Sabha at all. Second, the royal judgment. Our church, our parishes, our institution, our properties, everything were taken away from us. We need to fight against them. So, our Thirumenis went for a royal court. That was the Alakura court that they went. The court at the end decided
that the supreme power was given to us. And this royal court judgment was supremely special for two main important decisions that were being taken. First, we were not under any of the patriarchal rule. And second, they have only the spiritual authority over us, no territorial authorities. We can also be misled by the point that we state that the unlawful excommunication of our Vattasheril Givargis Mar Dionysius was the reason why we have Catholicate here established in ourselves. Very true. This was the reason why we had to call Abdul Messiah to Malankara, where he took a very strong decision stating that the heretical establishment has been done to Malankara Sabha. The Episcopal Synod has the right to ordain the new Catholicos. The Catholicos, as usual, has the right to ordain the new Metropolitans and the Holy Muro. And at the end, he stated, the relationship between the Antiochian Church and the Malankara Church were on the principles of love. Dear friends, we got back the throne that was taken away from us at the end with lots and lots of persecution that we had to suffer. But we need to remind ourselves, it was not a re-establishment of the Malankara Sabha. Rather, it was the re-strengthening of the Malankara Sabha. 100 years of so glorious life. We are almost reached the top peak of success. Wherever we go, we maintain a cardinal relationship with that of our sister churches. We also play a vital role in many of the institutions like WCC, NCCI, and KCC, etc. And proudly we can proclaim that Paulos Gregorius was the head of WCC. Dear friends, we need to know, being celebrating the centenary at this moment, what actually is our motto? Christ says, love all. Love more the needy and the lowly. As the Indian Constitution states, humanity, love and service to humanity is the motto. Then what is the motto of being an Orthodox? That is the question that should arise in every Orthodox mind at this moment of time. What is our goal of representing ourselves as supreme powers? Today, or all these days, if you see the newspaper, it's very not quite shocking for us when we see rapes, murders, and so on. What is the role of being an Orthodox in all these cases has to be your question. And this is what Christ wants us. A self-attempt for a social change, participation in the social service is your stewardship. Dear friends, let me conclude. Saying Jai Jai Catholicos is not enough. Paying tribute to all those who have died for us, as the Christ who died for us for the remission of our sins, our forefathers has died for us for our freedom that we enjoy today. So, your responsibility is to follow the principles, ideologies of what the Christ has led to us. May God bless us and may God give a long life to our Catholicos and give him the strength to lead his shepherds and his sheep. Thank you.
കരയുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കുമെന്നീശുനാഥ. ഓ എൻ്റെ യേശുവേ, ഞാനെന്നും നിന്റേതല്ലോ. ഓ എൻ്റെ യേശുവേ, നീ എന്നും എന്റേതല്ലോ. നീ എന്നും എന്റേതല്ലോ. നീ എന്നും എന്റേതല്ലോ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കുമേ നീശുനാഥ. ഓ എൻ്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. ഓ എൻ്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. എൻ സ്വന്ത നേട്ടങ്ങൾ എല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. എൻ സ്വന്ത നേട്ടങ്ങൾ എല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. കണ്ടില്ലാരുമിൻ നന്മകളൊന്നും, അന്യയായി നീ തള്ളിയല്ലോ. ഓ എൻ്റെ സ്നേഹമേ, കാവലായി വന്നിടണേ. ഓ എൻ്റെ സ്നേഹമേ, കാവലായി വന്നിടണേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ, നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കുമെന്നീശുനാഥ. ഓ എൻ്റെ യേശുവേ, ഞാനെന്നും നിന്റേതല്ലോ. ഓ എൻ്റെ യേശുവേ, നീ എന്നും എന്റേതല്ലോ. നീ എന്നും എന്റേതല്ലോ. നീ എന്നും എന്റേതല്ലോ. ബഹുമാന്യരെ, വന്ദനം. ആമുഖമില്ലാതെ ആരംഭിക്കട്ടെ സമാവർത്തനം. അത് അങ്ങോട്ട് നോക്കൂ, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പോ? ഇത്ര ശാന്തമായ അന്തരീക്ഷത്തിലോ? ഏയ്, അതിന് സാധ്യതയൊന്നുമില്ല. അല്ലെന്നേ, അവിടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നതല്ല. പണ്ട്, വളരെ പണ്ട് നടന്നിരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ എന്നതാ ഒരു ബഹളം. നടുനിലേ ബാനർ കിട്ടി വോട്ട് പിടിക്കാനായി തുറന്ന ജീപ്പിൽ മൈക്കും വെച്ചൊരു പ്രസംഗവും കയ്യടിയും. തന്നീടുക വോട്ടുകൾ ഓരോന്നായി, അനുഗ്രഹിക്കൂ വിജയിപ്പിക്കൂ നാടിൻ നായകൻ എന്നെ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ്
അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നടന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പെന്തിക്കൊസ്ത് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗം കേട്ട ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് വന്നു. അവർക്ക് ഏക മനസ്സും ഏക ശരീരവുമായിരുന്നു. എന്നാൽ ആയിടയ്ക്ക് ആദ്യമായി അവിടെ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായി. ഗ്രീക്കുകാരുടെ വിധവകളെ എബ്രായ പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ രണ്ടാം മുഴത്തിൽപ്പെട്ടവരെ പോലെ തഴയുന്നുണ്ടോ എന്നൊരു സംശയം. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായപ്പോഴൊക്കെ അപ്പോസ്തല നേതൃത്വം അതൊക്കെ പരിഹരിച്ചു പോന്നു. എന്നാൽ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരുന്നു. അവസാനം അവർ പത്രോസിനോട് പരാതിപ്പെട്ടു. പ്രശ്നത്തിൻ പരിഹാരം കാണുവാനായി പത്രോസിനോടവർ കാര്യമൂരി. കാര്യത്തിൻ ഗൗരവം നോക്കിയിട്ട പത്രോസ് മുൻപോട്ട് വന്നു നിന്നു. പത്രോസ് ശാന്തമായി പറഞ്ഞു, ഞങ്ങളുടെ ദിവ്യനാഥനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭക്ഷണമേശയിൽ വ്യാഹരിക്കുന്നത് ശരിയല്ല. അതിനാൽ എന്നെയും എന്റെ സംഘത്തെയും സഹായിക്കുന്നതിനായി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തെരഞ്ഞെടുക്കുമെന്ന്. ഇത് കേട്ട ജനത്തിന്റെ മനസ്സിൽ സന്തോഷത്തിന് കുളിർമഴ പെയ്തു. അവർക്ക് ചിന്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉച്ചസ്വരത്തിൽ ഒരുമയോടെ ആ പേര് പറഞ്ഞു, സ്തേഫാനോസ്. എത്രയ്ക്ക് ജനസമിതി കിട്ടാൻ ഇവൻ അതാ ആ യുവാവ് ജനമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്. തിളങ്ങുന്ന കണ്ണുകൾ, ദേവദാരുവിന്റെ തടിയാൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരം. ഉച്ചസ്വരത്തിൽ തെരഞ്ഞെടുത്ത ആളുകൾ സ്തേഫാനോസിനെ. ഒരു വെള്ളി നക്ഷത്രം വാനിലുദിച്ചതുപോൽ അറിവും കഴിവും നിറയും കൃപയും ഇനി നമ്മെ കാക്കാൻ എന്നുമുണ്ട് സ്തേഫാനോസ്. സ്തേഫാനോസ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കിടാവിളക്ക്. സ്തേഫാനോസിന് സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളില്ല, സഹായം ഏറ്റുവാങ്ങാത്ത കരകളില്ല. കുരുടന് കാഴ്ച, ബധിരന് കേൾവി, തളർവാദരോഗിക്ക് സൗഖ്യം എന്ന് വേണ്ട എന്തിനും ഏതിനും സ്തേഫാനോസ്. അതാ ആ കാണുന്നതാണ് വിജ്ഞാനികളിൽ നിന്ന് അടിക്കുന്ന പണ്ഡിതരുടെയും അതിബുദ്ധിശാലികളിൽ നിന്ന് സ്വയം ഭാവിക്കുന്ന യഹൂദ മതസ്ഥരുടെയും കീളീരംഗമായ സുനഗോഗ് എന്നറിയപ്പെടുന്ന സ്ഥലം. എന്തയാ ബുദ്ധിജീവികൾക്കൊരു ജാള്യത. അയ്യടാ, അത് മറയ്ക്കാൻ അവർ നന്നായി പണിപ്പെടുന്നതുമുണ്ട്. എന്താണ് കാര്യം? അവിടെ നമ്മുടെ കഥാനായകൻ സ്തേഫാനോസ് അവരുമായി തർക്കിക്കുകയാണ്. ജ്ഞാനികളെല്ലാം ജാള്യതയോടെ സ്തേഫാനോസിനെ നോക്കി. കേൾക്കുക നിങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ചരിത്രം. ഉത്തരമില്ലാ ചോദ്യം കേട്ടിട്ടുത്കണ്ഠാകുലരായി. സ്തേഫാനോസിൻ ചോദ്യം കേട്ട് വിജ്ഞാനികളും ഞെട്ടി. ജാലത്ത് മറച്ചു വെച്ചുകൊണ്ട് തങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞവനെ ഒന്ന് കൊച്ചാക്കടലിൽ സ്വീകരിപ്പിച്ചുകൊണ്ട് അവർ ചോദിച്ചു, താൻ ഈ പുകഴ്ത്തി പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന മഹാമാന്ത്രകനുണ്ടല്ലോ, അയാൾ പലർക്കും രോഗശാന്തി നേടിക്കൊടുത്തെന്നോ മരിച്ചവരെ ഉയർപ്പിച്ചെന്നോ ഒക്കെ താൻ ഈ വാദോരാതെ കടന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തേ ഞങ്ങളുടെ ആളുകൾ പിടിക്കാൻ വന്നപ്പോ നിങ്ങളുടെ രക്ഷകൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? എന്ത് കായുധങ്ങളാ അവനും അവന്റെ കൂട്ടാളികളെ കൊണ്ടുവന്നത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവന്റെ ചെവി കൊണ്ടുണ്ടായിരുന്ന മീൻപിടുത്തക്കാരനല്ലേ, എന്താ അവന്റെ പേര്? ആ പത്രോസ് മുറിച്ചു കളഞ്ഞില്ലേ, എന്നിട്ട് രക്ഷപ്പെട്ടോ? രക്ഷകൻ പോലും രക്ഷകൻ. ചുണ്ടിൽ ഊറി വന്ന ചിരി അമർത്തി പിടിച്ചുകൊണ്ട് തന്റെ സംസാരത്തിൽ പരിഹാസം കലർത്തിക്കൊണ്ട് സ്തേഫാനോസ് അവരോട് പറഞ്ഞു, അല്ലയോ മാന്യ വ്യക്തികളെ, പണ്ഡിത ശിരോമണികളെ, വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളെ, നിങ്ങൾ യെശയ്യാ പ്രവാചകൻ ഒരു നാളെ രക്ഷകൻ ഈ ഭൂമിയിൽ വരുമെന്നും അവൻ സമാധാനത്തിന്റെ രാജാവായിരിക്കുമെന്നും മാനവരക്ഷയ്ക്കായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമെന്നും പ്രവചിച്ചത് മറന്നുപോയോ? അവൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ആ യഹൂദ പ്രമാണികളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. രക്തമയമില്ലേ? അവർ മറ്റെന്തിനോ ഉള്ള പുറപ്പാടാണെന്ന് സ്തേഫാനോസിന് മനസ്സിലായി. തോൽവി മൂലം അവരുടെ മുഖത്തെ ഭാവം എന്താണ്? ജാള്യതയോ, കോപമോ, അതോ വൈരാഗ്യമോ? ദുഷ്ടത നിറഞ്ഞ മനസ്സും ക്രൂരമാം ചിന്തകളുമായി പോയി മറഞ്ഞായൂതന്മാർ ക്രിസ്തു ശിഷ്യനെ നശിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, അതെ, അവർ അവസാനം അത് തന്നെ തീരുമാനിച്ചു.
തീരുമാനിച്ചു, ഇവന്റെ ഗുരുവിനെ എങ്ങനെ ഗുരുവിയോ അതുപോലെ തന്നെ ഇവരെയും. അതെ, ഇത് തന്നെയാണ് അന്നത്തെ ഇന്നത്തെയും എല്ലാ കാലത്തെയും ശാപം. മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ആ ശാപം. പണം. അവർ പണം കൊടുത്ത് സാക്ഷികളെ വശത്താക്കി സ്തേഫാനോസിനെതിരായി നിരത്തി. പൊന്നും പണവും നൽകി സാക്ഷികളെയും നിരത്തി സ്തേഫാനോസിനെ വധിക്കാൻ കള്ളത്തരങ്ങളും മോദി. അതാ നമ്മുടെ സ്തേഫാനോസ് ചെന്നായിലൂടെയും ചെമ്മരിയാടിനെ പോലെ ആ ദുഷ്ടന്മാരുടെ നടുവിൽ ആരും വിറച്ചു പോകുന്ന രംഗം. എങ്കിലും ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എന്തൊരു ശാന്തത. ശാന്തത കളിയാടുന്ന ആ മുഖത്ത് നിന്ന് വരുന്ന ഉജ്ജ്വല കിരണങ്ങൾ നേരിടാൻ കഴിയാത്ത ന്യായത്തിനതാ തല താഴ്ത്തിയിരിക്കുന്നു. വിസ്താരം കേൾക്കും മുമ്പേ വിധിവാചകം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. അതാ ഒന്നാം സാക്ഷി എഴുന്നേൽക്കുന്നു. ഭയത്താൽ അയാൾ നന്നായി വിറയ്ക്കുന്നുണ്ട്. എന്നാൽ പ്രമാണം ഉയർത്തി കാട്ടിയ പണസഞ്ചി കണ്ടതും വിറങ്ങലടിച്ചു നിന്ന അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇവൻ വിശുദ്ധ സ്ഥലത്തിനെതിരായും നമ്മുടെ നിയമത്തിനെതിരായും സംസാരിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. അതാ മറ്റൊരാൾ എഴുന്നേൽക്കുന്നു. അയാൾ നന്നായി വിറയ്ക്കുന്നുണ്ട്. അയാൾ വിക്കി വിക്കി പറഞ്ഞു, നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചെന്നും മോശ നമുക്ക് നൽകിയ ആചാരങ്ങൾ തെറ്റാണെന്നും ഇവൻ പ്രസ്താവിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. കള്ളത്തരങ്ങൾ നിരത്തിയെന്ന സ്തേഫാനോസെ കള്ളനാക്കി ന്യായാധിപൻ തന്റെ വിധിവാചകം ചൊല്ലുവാനായി തുടങ്ങിടുന്നു. ന്യായാധിപൻ സ്തേഫാനോസിനെ തിരിഞ്ഞെങ്കിലും അങ്ങോട്ട് നോക്കുവാൻ ധൈര്യപ്പെടാതെ ദൃഷ്ടി മറ്റൊരു ദിശയിലേക്ക് പായിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി പ്രതിക്ക് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കും. അതാ നമ്മുടെ സ്തേഫാനോസ് എന്താണ് പറയാൻ പോകുന്നത്? തന്റെ വാക്ചാതുര്യത്താൽ അനേകം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച സ്തേഫാനോസ് അബ്രഹാം മുതൽ മോശ വരെയുള്ള പിതാക്കന്മാരുടെ ചരിത്രം അവരുടെ മുൻപിൽ നിരത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഈജിപ്താകുന്ന കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച മോശയ്ക്കെതിരായി നിങ്ങൾ തിരിഞ്ഞില്ലേ? പെറുപെറുത്തില്ലേ? ഹോഷിയ, യോവേൽ, ആമോസ് തുടങ്ങിയ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചില്ലേ? ദൈവമായ യഹോവയെ വിട്ട് നിങ്ങൾ ബിംബാരാധനയുടെ പുറകെ പോയില്ലേ? ഇതിനേക്കാളൊക്കെ അപ്പുറം എന്റെ ദൈവമായ യഹോവയെ നിങ്ങൾ, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വധിച്ചില്ലേ? ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, തീർച്ച. ഇത് കേട്ടതും അവർ ക്രോധം കൊണ്ട് വരച്ചു. സ്തേഫാനോസിനെ ആ നിമിഷം തന്നെ വധിക്കുവാൻ അവർ തീരുമാനിച്ചു. എങ്കിലും ന്യായാധിപന്റെ സ്വരം അവരെ അതിൽ നിന്നും വിലക്കി. ന്യായാധിപൻ വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാക്ഷി വിസ്താരവും ഇയാളുടെ തന്നെ വാക്കുകളും കാര്യങ്ങളിൽ നിന്ന സ്ഥിതി നമുക്ക് ബോധ്യമാക്കിയിരിക്കുന്നു. അതിനാൽ പൊതു താല്പര്യം കണക്കിലെടുത്ത് ഇയാളെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവാൻ നാം വിധിച്ചിരിക്കുന്നു. കരുണാമയനാം കർത്താവേ കനിവു കാട്ടണമേ, അശരണനാകും അടിയാരോട് അലിവ് തോന്നണേ, അഭയം നൽകണേ. അതാ സ്തേഫാനോസിനെ അവർ ക്രോധത്തോടെ വലിച്ചിഴയ്ക്കുന്നു. തൊലിയെല്ലാം പൊട്ടി രക്തമൊലിക്കുന്നു. മുഖമാകെ രക്തമയം. വസ്ത്രങ്ങളെല്ലാം കീറിപ്പോയിരിക്കുന്നു. അതാ നാല് ഭാഗത്തു നിന്നും തുരുതുരാ കല്ലുകൾ. എങ്കിലും തന്റെ നാഥന് വേണ്ടിയാണല്ലോ ഇതെല്ലാം സഹിക്കുന്നതെന്ന പാപം മുഖത്ത്. ഇതിന് മാത്രം ആ മനുഷ്യൻ എന്ത് പാപം ചെയ്തു? അതാ സ്തേഫാനോസ് തളർന്നു വീണു പോയിരിക്കുന്നു. മരണത്തിന് മുൻപ് സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന്. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ അദ്ദേഹത്തിന്റെ അനുയായി ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കും ശത്രുക്കളെ സ്നേഹിക്കാം, സ്നേഹം മുഖമുദ്രയാക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവേശുവിന് തിരുപ്പിറവിയുടെ ഭാഗമായിട്ടാണല്ലോ നാം ഓരോരുത്തരും ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരാഴ്ച കാലം നാം ക്രിസ്തുമസിന് തിരക്കുകളിലായിരുന്നു. എന്താണ് ക്രിസ്തുമസ്? ക്രിസ്തുമസ് എന്നാൽ ക്രിസ്തുവിന്റെ ജനനം എന്നാണ്. എന്നാൽ ഇന്നത്തെ ഓരോ ക്രിസ്ത്യാനികളും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ? ആഘോഷങ്ങൾക്ക് പുറമെ മതിപുറന്ന് പോകുവാനേ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അറിയുകയുള്ളൂ. ക്രിസ്തുമസ് എന്നാൽ നമ്മളുടെ മുൻപിലേക്ക് വരുന്നത് നക്ഷത്രങ്ങളും സാന്റാക്ലോസിന്റെ രൂപവും പുൽക്കൂടും ഒക്കെയാണ്. നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, ചുറ്റും മഞ്ഞു മൂടിയ ഒരു വസന്തകാലം.
പാശ്ചാത്യ സംസ്കാരത്തിന്റെ അനുകരണത്താൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ ആധുനിക മനുഷ്യരായ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ മറന്നാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ലാതായി വരുന്ന ഒരു അവസ്ഥ. ലോകത്തിന്റെ പാപങ്ങളെ ഏൽക്കുവാൻ ക്രിസ്തുനാഥൻ ഭൂമിയിലേക്ക് ഭൂജാതനായി. താഴ്മയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു ക്രിസ്തു. നമുക്ക് വേണ്ടി നമ്മളുടെ പാപങ്ങൾ ക്രിസ്തുവേശു നെഞ്ചിലേറ്റി. അനാഥരെയും ആരോരുമില്ലാത്തവരെയും രോഗികളെയും ഒക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് തണലായി താങ്ങായി നിൽക്കുകയായിരുന്നു ആ നാഥൻ ചെയ്തിരുന്നത്. എല്ലാവരുടെ കൂടെയും അവരുടെ സങ്കടങ്ങൾ അകറ്റി ആ നാഥൻ ഒപ്പമുണ്ടായിരുന്നു. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അനുകരണത്താൽ ജീവിക്കുന്ന ആധുനിക സമൂഹം കൊല്ലും വഞ്ചനയും ചതിവും ഒക്കെ നിറഞ്ഞ ഒരു വ്യത്യസ്ത ലോകത്ത്, ദുരിതങ്ങൾ മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണല്ലോ നാം അധിവസിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പാത, ക്രിസ്തു ഏത് പാതയാണോ ഭൂമിയിലേക്ക് ഭൂജാതനായി കാണിച്ചത്, ആ പാത മറന്നുകൊണ്ടാണ് ഈ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നത്. ഇന്ന് നാം ഓരോരുത്തരും രോഗികളെയും ആരോരുമില്ലാത്തവരെയും ആരോരുമില്ലാത്തവരെയും അവരുടെ വേദനകൾ നാം കാണുന്നില്ല. രോഗികളെ സൗഖ്യമാക്കുവാനുള്ള മനസ്സ് നമ്മൾക്കില്ല. അവരെയൊക്കെ അവഗണിക്കുവാനും മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ അവഗണിക്കുവാനുമുള്ള ഒരു ബഹുമാനിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരിലും ഇന്ന് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകളാണല്ലോ ഈ ലോകത്തിന് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം എല്ലാവരും പത്രം വായിച്ചിരിക്കുമല്ലോ. ഒരു ദുരന്ത വാർത്തയാൽ ലോകമെങ്ങും നടുങ്ങിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അക്രമികൾക്കിടയിൽ പെട്ട് ഒന്ന് നിലവിളിക്കുവാൻ പോലും സാധിക്കാതെ വളരെ ദുരിതാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലായിരുന്ന ആ പെൺകുട്ടി മരണമടഞ്ഞിരിക്കുന്നു. ഈ വാർത്ത ലോകമെങ്ങും നടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആഘോഷങ്ങൾക്കിടയിലും നാം ഈ ദുരിതം ഒന്ന് ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആഴ്ചയിൽ എനിക്കിന്ന് കോട്ടയത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ കണ്ട ഒരു ദൃശ്യമാണ്. ഒരു വൃദ്ധൻ, ഏകദേശം സന്ധ്യാസമയമായി കാണും, ഒരു വൃദ്ധൻ കടത്തിണ്ണയിൽ, തീരെ അവശനായ ഒരു വൃദ്ധൻ മെഴുകുതിരി വെച്ചുകൊണ്ടൊരു ഇരുട്ടത്ത് മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് കടത്തിണ്ണയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സന്ധ്യാസമയം 6 മണി നേരമായിരിക്കും. ആ വൃദ്ധന്റെ അടുത്ത് ആരുമില്ല. പൂർണ്ണമായും അവശനായ ഒരു വൃദ്ധനാണ്. രോഗം വളരെ കഠിനമായി അദ്ദേഹത്തിൽ ബാധിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ പരിപാലിക്കുവാനോ താങ്ങുവാനോ ഒന്നും ആരുമില്ലാത്ത ഒരു അവസ്ഥ. ആഘോഷങ്ങൾക്കിടയിൽ നമുക്കുള്ള പണങ്ങളൊക്കെ നാം ദൂർത്ത് ചെലവഴിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ നാം ഗൗനിക്കുന്നില്ല. മെഡിക്കൽ കോളേജിലെയും മറ്റു വലിയ വലിയ ആശുപത്രിയിലേക്കൊക്കെ നാം സന്ദർശിക്കുകയാണെങ്കിൽ ക്യാൻസർ വാർഡുകളിലും മറ്റു വാർഡുകളിലുമൊക്കെ എത്ര പേരാണ് രോഗങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നത്. ആരുമില്ലാതെ, ഒരാൾ പോലും താങ്ങായി തണലായുമില്ലാതെ എത്ര പേരാണ് ദുരിതം അനുഭവിക്കുന്നത് എന്ന അവസ്ഥ നാം മറന്നു പോകരുത്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നല്ലതാണ്. പക്ഷേ ക്രിസ്തു കാണിച്ചു തന്നത് എല്ലാവരെയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു പാതയായിരുന്നു ക്രിസ്തുവിൻ്റെത്. എവിടെയും എല്ലാവർക്കും താങ്ങായി തണലായി സ്നേഹത്തോടെ സമാധാനം സൃഷ്ടിക്കുകയായിരുന്നു ക്രിസ്തു ചെയ്തിരുന്നത്. 33 വർഷക്കാലം ക്രിസ്തുനാഥൻ നമ്മുടെ പാപങ്ങൾ ഏറ്റ് ഒരുപാട് പേരെ സൗഖ്യമാക്കുകയും ഒരുപാട് പേർക്ക് താങ്ങായിയാണ് നിലനിന്നിരുന്നത്. എന്നാൽ നാം ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ആ നിമിഷത്തിൽ ക്രിസ്തു കാണിച്ചു തന്ന പാത, സഹനത്തിന്റെ പാത നാം പിന്തുടരുന്നില്ല എന്നത് ഓർക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇതൊന്നും നാം നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറന്നു പോകേണ്ട കാര്യമുണ്ടാവാതെ ഒരവസ്ഥ നാം ഓർക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ ഇല്ലാത്ത ഓരോ മനുഷ്യരെയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. നല്ല ആത്മാവ് വേണമെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവയെല്ലാം ഓരോ മനുഷ്യനിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ആത്മാവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാകുവാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും സമാധാനവും ശാന്തിയും ഈ ക്രിസ്മസ് കാലയളവിലും ഇനി അങ്ങോട്ടും അടുത്ത ക്രിസ്മസ് സന്തോഷത്തിൽ
സമാധാനത്തിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ മാറ്റി ആഘോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയുണ്ടാവണം. അതിന് ക്രിസ്ത്യാനികളായ നസ്രാണികളായ നാം ഓരോരുത്തരും അക്ഷീണം പ്രയത്നിക്കണം. കുട്ടികളായ ഓരോരുത്തരും, അതുപോലെ മാതാപിതാക്കളും വൃദ്ധന്മാരും എല്ലാവരും ഒന്നടങ്കം നമ്മുടെ പൈതൃകം, മർത്തോമൻ പൈതൃകം ചൂണ്ടിക്കാട്ടി ക്രിസ്തീയ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുവാൻ, നല്ല ആത്മാവുള്ളവർ, നല്ല വ്യക്തിത്വമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തനാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജീസസ് ക്രൈസ്റ്റ്.